വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തേനീച്ച കർഷകരെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഫെബ്രുവരി മാസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട സമയമാണ്. കാരണം നമ്മൾ ഇത്രയും കാലവും പഞ്ചസാര ലൈനിയൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നിട്ട് തേൻ എടുക്കാൻ പോകുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെറ്റ് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുണ്ടാവാതെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ശ്രദ്ധയോടെ തേനീച്ചയെ പരിപാലിക്കേണ്ട, തേനീച്ചയെ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തേനീച്ച വളർത്തലിനെ പറ്റിയുള്ള കുറച്ച് പൊടിക്കൈകൾ മനസ്സിലാക്കാം. നമ്മളിപ്പോൾ പല വീഡിയോകളിലായിട്ട് തേനീച്ചപ്പെട്ടി തുറക്കുന്നതും സെറ്റ് പിരിക്കുന്നതും അടയെടുത്ത് പരിശോധിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ സ്മോക്കർ ഉപയോഗിച്ചില്ല, ഈച്ചേനെ കുത്തിയതുമില്ല. അത് എനിക്ക് ഈച്ചയായിട്ടുള്ള ആ പരിചയം കൊണ്ടാണ്. ഞാൻ വളർത്തുന്ന ഈച്ചയായിട്ട് ഞാൻ നിരന്തരം ഇങ്ങനെ അതിനടുത്ത് ചെല്ലുകയും പെട്ടി തുറക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ കുത്താതിരിക്കുന്നത്. ആ ഈച്ചയ്ക്ക് എന്നെ പരിചയമുണ്ട്, അതുകൊണ്ട് അത് കുത്തുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ പറമ്പിൽ ഒരു തേനീച്ച കോളനി വാങ്ങിച്ചു വെച്ചിട്ട് ആ ഏരിയയിലേക്ക് പോകാതിരുന്നാൽ ആ ഈച്ചയ്ക്ക് ഒരിക്കലും നമ്മളോട് ഇണക്കം വരത്തില്ല. അതുപോലെ തന്നെ പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം കൂട് തുറക്കുന്ന ചിലരുണ്ട്. അവരുമായിട്ടും ഈച്ച ഇണങ്ങുകയില്ല. നമ്മൾ ആഴ്ചയിൽ ഒന്ന് അതിൻ്റെ അടുത്ത് ചെന്ന് അടയെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മാത്രമേ ആ ഈച്ചയ്ക്ക് നമ്മളോട് ഒരു പരിചയം വരത്തുള്ളൂ. പരിചയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചെന്ന് കൂട് തുറക്കുകയും ചെയ്യരുത്. അത് ഈച്ചയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈച്ചയ്ക്ക് എപ്പോഴും ഹൈഡായിട്ട് ഇരുട്ടത്തിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ആവശ്യമില്ലാതെ തുറക്കാതിരിക്കുക, എന്നാൽ ആവശ്യങ്ങളിലൊക്കെ തുറക്കുക. അപ്പോൾ ആ പരിചയം ഉണ്ടാകും, ഈച്ചയ്ക്ക് നമ്മളോട് ഇണക്കം വരും, അത് കുത്താതിരിക്കും. ഇനി നമുക്ക് ഈ കോളനിയിൽ നിന്ന് അടയെടുത്ത് എങ്ങനെ ഈച്ചയെ ഇറക്കാമെന്ന് കാണാം. ഇപ്പം നമുക്ക് ഈ പെട്ടി തുറക്കാം. ഈ പെട്ടിയിലെ 6 അടകളും നല്ല വൈറ്റ് കളറിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള അടകളാണ്. ഇതിൽ നിറച്ചും പുഴുക്കളും മുട്ടകളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും സൈഡിലത്തെ കിടക്കുന്ന അടയെ ആദ്യമേ എടുക്കാവുള്ളൂ. നേരത്തെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എടുത്ത അടയിൽ തന്നെ റാണിയുണ്ട്. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. റാണി എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള അടകളിലേ ഇരിക്കാറുള്ളൂ. റാണി പഴയ അടകളിൽ മുട്ടയിടാറില്ല. അതായത് അട പഴകുമ്പോൾ അതിന് കറുത്ത നിറം വരും. ആ അടകളിൽ റാണി മുട്ടയിടാറില്ല. അപ്പം ഇത് നമുക്ക് ഈ കാലിപ്പട്ടയിലേക്ക് ഇടാം. തേനീച്ചക്കൂട്ടിലെ ജോലികൾ കർഷകർ ചെയ്യുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ സൗകര്യം അനുസരിച്ച് അവനവന് എളുപ്പമെന്ന് തോന്നുന്ന രീതിയിലാണ് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. അതിനിപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് അതെല്ലാവരും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈച്ച ഇറക്കുന്നത് വേറൊരു രീതിയിലാണ്. സാധാരണ എല്ലാവരും ഈച്ച അടയിൽ നിറക്കുന്നത് ഇങ്ങനെ അട എടുത്തിട്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് ഊതുമ്പോൾ ഈച്ചയൊന്ന് അനങ്ങും, ഒന്ന് ഇളകും. എന്നിട്ട് ഇതിങ്ങനെ കുടയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ ഈച്ച കുറേ അങ്ങ് ഇറങ്ങിപ്പോവും. അങ്ങനെയാണ് ധാരാളം ആൾക്കാരും ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നമുക്ക് കാലിപ്പട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 2-3 അട ഞാൻ ആദ്യമേ അങ്ങ് മാറ്റി ആ പെട്ടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കും. ആദ്യമേ ഈ സ്ഥലം ഉണ്ടാക്കിയ ശേഷം അട എടുത്ത് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഊതിയിട്ട് ഈ പെട്ടിക്കകത്തോട്ട് ഇത് അങ്ങ് താഴ്ത്തി പിടിക്കും. എന്നിട്ട് ഞാനങ്ങ് കുടയും. അങ്ങനെ കുടയുന്നതിൻ്റെ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഈ അപ്പോൾ താഴോട്ട് വീഴുന്ന ഈച്ച നേരെ പെട്ടിക്കകത്തോട്ട് വീഴത്തുള്ളൂ. അത് മേളിലേക്ക് പറക്കത്തില്ല. അത് ആ പെട്ടിയിൽ തന്നെ അവിടെ നിന്നോളും. അപ്പോൾ പറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കുടഞ്ഞിട്ട് പതുക്കെ ഇത് ആടിപ്പലകയിലോട്ട് ചേർത്ത് വെച്ച ഈച്ച ധാരാളം ആ പെട്ടിക്കകത്തോട്ട് ഇറങ്ങിപ്പോകും. പെട്ടെന്ന് നമുക്കിത് ഈച്ച ഇങ്ങനെ ഈ രീതിയിൽ ഇറക്കാൻ പറ്റും. ഇപ്പം തന്നെ ഇത്ര ഈച്ചകൾ താഴേക്ക് പോയി കഴിഞ്ഞു. മേളിൽ പിടിച്ച് കുടഞ്ഞാൽ ഈച്ച കണ്ടവനെ നമ്മുടെ ചുറ്റും പറക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. നല്ലൊരു ശതമാനം ഈച്ചയും താഴോട്ട് പോയി കഴിഞ്ഞു. ഇത് ഈ പെട്ടിയുടെ വശങ്ങളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഈച്ച ആ വശങ്ങളിൽ കൂടി ഇറങ്ങി പെട്ടിക്കകത്തോട്ട് പൊക്കോളൂ. ഇടയ്ക്കൊന്ന് കുടഞ്ഞു കൊടുക്കുക. ഏകദേശം മുഴുവൻ ഈച്ചയും 1-2 ഈച്ച ഒഴികെ ബാക്കിയെല്ലാം ആ പെട്ടിക്കകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈച്ച പറക്കുകയില്ല. അധികം ഈച്ചയ്ക്ക് ഒരു ബഹളമൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് കാര്യം ചെയ്യാൻ പറ്റും. ഇനി ഈ അട നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഒരു അടയുടെ സ്ട്രക്ചർ. ഈ മോള് വശത്ത് മുഴുവനും തന്നെ കണക്ഷൻ കാണും. ചിലപ്പോൾ ഇതുപോലെ 1-2 ഹോളുകൾ കാണും, അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ കണക്ഷൻ ആയിരിക്കും. ഈ സൈഡിൽ ഇതുപോലെ വശങ്ങളിൽ 1-2 കണക്ഷൻ കാണും. ഇവിടെ കണക്ഷൻ ഒന്നും കാണത്തില്ല. ഇവിടെ ഫ്രീ ആയിരിക്കും. ഇങ്ങനെയാണ് ഈ അട ഉണ്ടാക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ താഴെ കൊണ്ടൊന്ന് മുട്ടിച്ചു കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് ഇതുവഴി കടന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് താഴെ കൊണ്ട് മുട്ടിക്കത്തില്ല.
ഇവിടെ 1-2 കണക്ഷനേ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ തേനാണ് ഈ മോൾ ഭാഗത്തിരിക്കുന്നത്. തേനല്ല, ശരിക്കും പഞ്ചസാര ലായനിയാണ്. അപ്പോൾ അതിന് നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ മൊത്തം കണക്ഷൻ കൊടുത്താലേ ഉള്ളൂ ഇത് പറഞ്ഞ് താഴോട്ട് പോകാതിരിക്കുള്ളൂ. അതുകൊണ്ട് ആ വെയിറ്റ് ഉള്ള ഭാഗം അവർ മൊത്തത്തിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. ഇവിടെ എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്യാതിരിക്കുന്നത് ഈ വശങ്ങളിൽ കൂടെ കയറി അപ്പുറത്ത് പോകാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ മൊത്തം ടൈറ്റ് ആക്കാതെ വെച്ചിരിക്കുന്നത്. ഇവിടെ മുഴുവനും 2 സൈഡിലും പഞ്ചസാര ലായനിയായിരിക്കും, അല്ലെങ്കിൽ തേനായിരിക്കും. അതിന് തൊട്ടു താഴെ പൂമ്പൊടിയായിരിക്കും. ഇവിടെ കാണാൻ പറ്റും, പൂമ്പൊടിയായിരിക്കും ഇവിടെയൊക്കെ കാണുന്നത്. പിന്നെയാണ് മുട്ടയും പുഴുക്കളും എല്ലാം ഇരിക്കുന്നത് വേലക്കാരി ഈച്ചകളുടെ മുട്ട സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഒരെണ്ണം ഉണ്ട്, ഒരു ആണീച്ചയുടെ മുട്ടയാണിത്. ഇത് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കും. ബാക്കി ഈ കാണുന്ന മുഴുവൻ വർക്കേഴ്സ് ബീയുടെ മുട്ടയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അടയുടെ സ്ട്രക്ചർ. ഇത് ഈ സമയത്ത്, അതായത് ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചിലപ്പോൾ ഈ ആണീച്ചയുടെ മുട്ട തന്നെ ഇതുപോലെ ഫുള്ളായിട്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഒരു കത്തിയെടുത്ത് ഇങ്ങനെ കുറച്ച് ആഴത്തിൽ അങ്ങ് മുറിച്ചു വിടണം. അപ്പോൾ അത് ചത്തുപോകും. ആണീച്ചയുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ കാണുവാണെങ്കിൽ, ഇങ്ങനെ കൂട്ടത്തോടെ ആണീച്ചയുടെ മുട്ട കാണുകയാണെങ്കിൽ അത് നമ്മൾ നശിപ്പിച്ച് കളയണം. ഒന്നെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മുറിച്ച് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെത്തി വിട്ടാൽ ആ ചത്ത പുഴുക്കളെ ഈച്ച തന്നെ ക്ലീൻ ചെയ്ത് അട ശരിയാക്കി എടുത്തോളും, പണിതെടുക്കും ഈച്ച. അപ്പോൾ ഇതാണ് ആണീച്ചയുടെ മുട്ട. അത് കുറച്ച് ബൾജായിരിക്കും, കുറച്ച് താന്നിരിക്കുന്നത് വേലക്കാരി ഈച്ചയുടെ മുട്ടയായിരിക്കും. പിന്നെ റാണിയുടെ സെൽ എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, കുറച്ച് വലിപ്പത്തിൽ ഈ താഴേക്ക് ഇരിക്കുന്നതായിട്ട്. അപ്പോൾ ഇതാണ് അടയുടെ സ്ട്രക്ചർ. ഇത് നമുക്ക് തിരിച്ചിട്ടേക്കാം. ഇപ്പോൾ ധാരാളം ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, പഞ്ചസാര ലായനി കൊടുക്കുന്നത് എപ്പോഴാണ് നിർത്തുന്നത്, അല്ലെങ്കിൽ ഈ ഹണി ചേമ്പറിൽ അട കെട്ടി വെച്ച് കൊടുക്കുന്നത് എപ്പോഴാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തേൻ കിട്ടുന്ന ആ സമയത്തിൽ ശകലം വ്യത്യാസമുണ്ട്, അല്പം വ്യത്യാസമുണ്ട്. കട്ടപ്പന പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ മിക്കവാറും പൂക്കളൊക്കെ ഉള്ളതായിട്ട് അവർക്ക് കുറച്ച് നേരത്തെ തേൻ കിട്ടാൻ തുടങ്ങും. എൻ്റെ തേനിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് റബ്ബറാണ്. അപ്പോൾ റബ്ബറിൻ്റെ ഇല പൊഴിഞ്ഞ് തളുത്ത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴാണ് ഇവിടെ തേനാകുന്നത്. അതൊക്കെ ഒരു ഫെബ്രുവരി മാർച്ച് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഏകദേശം നമ്മുടെ സോഴ്സ് നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ലായനി കൊടുക്കുന്നത്. പ്രകൃതിയിൽ തേൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പഞ്ചസാര ലായനി അവർ എടുക്കത്തില്ല, അവർക്കത് വേണ്ട. അപ്പോൾ ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ, റബ്ബറിൻ്റെ ഇല പൊഴിഞ്ഞു തളുക്കാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പം എനിക്ക് മനസ്സിലാവും വലിയ താമസമില്ലാതെ തേൻ ഉണ്ടാകും. അപ്പം ഞാൻ പഞ്ചസാര ലായനിയുടെ അളവ് കുറയ്ക്കും, അല്ലെങ്കിൽ പഞ്ചസാര ലായനി കൊടുക്കുന്നത് നിർത്തും. അപ്പം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എടുക്കുന്ന തേനിനകത്ത് പഞ്ചസാര ലായനിയുടെ അംശം വരാൻ പാടില്ല. അപ്പം അത് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ അതിന് കുറേ ബാക്കി നമ്മൾ പഞ്ചസാര ലായനി കൊടുക്കുന്നത് നിർത്തണം. പിന്നെ നമ്മുടെ അട എടുത്ത് പരിശോധിച്ച്, ഇപ്പം ഞാൻ മുമ്പേ കാണിച്ച ആ അടയിൽ കണ്ടു മേളുവശത്ത് മുഴുവൻ പഞ്ചസാര ലായനി അവർ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്യുന്നില്ല പഞ്ചസാര ലായനി, എടുത്തത് അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പ്രകൃതിയായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കണം. നമ്മുടെ സോഴ്സും തേനീച്ചയുടെ വർക്കിങ്ങും എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രകൃതിയിൽ തേനായി, ഇനി നമ്മൾ പഞ്ചസാര ലായനി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. അതിപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ സ്ഥലത്തിൻ്റെ ഏരിയ അനുസരിച്ചിട്ട് മാറിയിരിക്കും. അട മോളി വെച്ച് കെട്ടി കൊടുക്കുന്ന അതിൻ്റെ കാര്യം പറഞ്ഞാൽ, 6 അടയും നിറഞ്ഞിട്ട് മേളിലും ഈച്ച കയറി അടപ്പിനകത്തും ഒക്കെ ഈച്ച വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അട കെട്ടി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 6 അടയും നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടെ പണിയാനായിട്ട് അവർക്ക് സ്ഥലമില്ല. അപ്പോൾ അവിടുന്ന് നമ്മളൊരു അട എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് അധികം ആണീച്ചയുടെ മുട്ടകളായിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു അട എടുത്തിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ അവനെ ചെയ്യാറായിട്ടില്ല. അടുത്ത വീഡിയോ അതാണ് ഞാൻ ഇടുന്നത്. ഇപ്പം ഇവിടെ ഇല പഴുത്ത് പൊഴിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത് ചെയ്യണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും കഴിയും മുകളിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സമയത്തെ എനിക്കത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം അട വെച്ച് കെട്ടി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, വെളിയിൽ തേനില്ലാതെ അവർക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് സ്മോക്കർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാം. ഇതാണ് സ്മോക്കർ, അല്ലെങ്കിൽ പുകയന്ത്രം എന്ന് പറയും. പുകയന്ത്രം എന്ന് പറഞ്ഞാലും വലിയ മെക്കാനിക്കൽ പാർട്സ് ഒന്നും ഇതിനില്ല, സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനിവിടെ ഒരു അടപ്പുണ്ട്, അത് നമുക്ക് തുറക്കാം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഈ സ്മോക്കറിൽ നമ്മൾ ചകിരി നിറച്ചിട്ട് ഇതിന് തീ കൊളുത്തിയിട്ട് ഈച്ചയ്ക്ക് പുക കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച പെട്ടെന്ന് മാറും. വയലൻ്റ് ആയിട്ടുള്ള ഒരു കോളനി ആണെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പുകയന്ത്രം വളരെ ഉപകാരപ്പെടും. എന്നാൽ
എപ്പോഴും പുകയന്ത്രം ഉപയോഗിക്കുന്ന ഈച്ചയുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. കഴിവതും പുകയന്ത്രം ഇല്ലാതെ തന്നെ നമ്മൾ ഈ തേനീച്ചക്കൂട്ടിലെ പണികൾ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ചില അവസരങ്ങളിൽ സ്മോക്കർ ഉപയോഗിക്കുന്നത് തന്നെയാണ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഏക മാർഗം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഇതിൻ്റെ പ്രവർത്തനം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഉണങ്ങിയ ചകിരിയാണ്. ഉണങ്ങിയ ചകിരി ഇങ്ങനെ ഇതിനകത്തോട്ട് ഇടുക. ഒത്തിരി ടൈറ്റ് ചെയ്യരുത്, ഇച്ചിരി എയർ കടക്കത്തൊക്കെ വിധത്തിലിടണം. ഇങ്ങനെ ഇട്ടിട്ട് ഒരു തീപ്പെട്ടി അതിന് ഇടയിലേക്ക് ഉരച്ചിങ്ങനെ വെക്കുക. അപ്പോൾ തീ അങ്ങ് ആളിക്കത്തും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരിയും കൂടെ അങ്ങ് വെക്കുക. വെച്ചിട്ട് ഇത് അടയ്ക്കണം. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ എയർ കൊടുക്കുക. അപ്പോൾ ആ തീ അങ്ങ് കെട്ടുപോയി അതങ്ങനെ നീറി നീറി നിൽക്കും. ഈ പുക ഇതിലേക്കൂടെ വരും. അപ്പം നമുക്ക് ഈ അട എടുത്തിട്ട് ഇതിലേക്ക് പുക കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഈച്ച വളരെ ഇറിറ്റേറ്റ് ആകും. ഈച്ചയ്ക്ക് പുക ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈച്ച പെട്ടെന്ന് കൂട്ടില്ല. ഇപ്പോൾ ഇതിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈച്ച അങ്ങോട്ട് ഇറങ്ങിപ്പോവും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. വയലൻ്റ് ആയിരിക്കുന്ന ഈച്ചയെ അടക്കി നിർത്താനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇങ്ങനെ പുക കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് തേൻ എടുക്കുന്ന സമയത്ത് ഓരോ അടകളിൽ നിന്നും ഈച്ചയെ നമുക്ക് ഊതി ഇറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് സ്മോക്കർ വേണം. അതിന് നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ സ്മോക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്മോക്കറിൻ്റെ ഉപയോഗം. ചില കോളനിയിലെ ഈച്ചകൾ നല്ല കുത്തുന്ന സ്വഭാവമുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോളനി നമ്മൾ തുറന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പുക കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച താഴേക്ക് മാറും. അപ്പോൾ നമുക്കിനി അട തിരിച്ചിട്ടേക്കാം. ഈ ജനുവരി മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കോളനിയുടെ അവസ്ഥകൾ ഓരോ രീതിയിലായിരിക്കും. അതായത് ചില കോളനിയിൽ 6 അടയായി കാണും, ചില കോളനിയിൽ 3 അണ ഉള്ളായിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കോളനികളെ ഏകീകരിച്ച് കൊടുക്കേണ്ട സമയമാണിത്. ഏകീകരിക്കുക എന്ന് പറഞ്ഞാൽ അട പണിത് തീരാത്ത കോളനികളിൽ മറ്റു കോളനികളിൽ നിന്ന് അട ഇട്ട് കൊടുക്കുക. എല്ലാ കോളനിയെ ഒരുപോലെ വളർത്തി എടുത്തുകൊണ്ട് വരിക. അപ്പോൾ നമുക്ക് എല്ലാ കോളനിയിലും ഒന്നിച്ച് തേൻ കിട്ടും. അങ്ങനെ ചെയ്യേണ്ട ഒരു മാസമാണ് ഈ ശരിക്കും ജനുവരി എന്ന് പറയുന്നത്. ജനുവരി മാസത്തിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തേൻ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കോളനികളെല്ലാം തന്നെ ഏകദേശം ഒരുപോലെയാകും. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒന്നിച്ച് ഹണി ചേമ്പറിൽ അട കെട്ടി വെച്ച് കൊടുക്കാനും തേൻ എടുക്കുമ്പം എല്ലാ പെട്ടികളിൽ നിന്നും തേൻ എടുക്കാനും പറ്റും. അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു സമയമാണിത്. ഹണി ചേമ്പറിൽ അട വെച്ച് കെട്ടി കൊടുക്കുന്ന സമയവും നമ്മുടെ പ്രകൃതിയിലെ തേനിൻ്റെ വരവനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ ഹണി ചേമ്പറിൽ എങ്ങനെയാണ് അട വെച്ച് കെട്ടി കൊടുക്കുന്നത് നമുക്ക് കാണാം. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.